ഇപ്പോൾ ബാരാമുള്ളയിൽ നിന്ന് മലപ്പുറത്തെ ഫാത്തിമ നമുക്കൊപ്പം ചേരുകയാണ്. ഫാത്തിമ, ഇന്നലെ നിങ്ങൾ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എന്നോട് ഫോണിൽ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ബൽറാം നെടുങ്ങാടിയെ കണക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ബാരാമുള്ളയിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ്. എന്താണ് വിവരങ്ങൾ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ ഫാത്തിമ. സർ, ഞങ്ങളിവിടെ ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലുള്ളത് ഹോസ്റ്റൽ പ്രിമിസിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോട് ഫാക്കൽറ്റി പറയുന്നത് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് സേഫ് എന്നാണ്. ബട്ട് നമ്മളെ പാരന്റ്സിന് നമുക്കും എത്ര പെട്ടെന്ന് നമ്മുടെ നാട്ടിലെത്താൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് എത്തുന്നത് നന്നാവും എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ കുറെ പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ താമസിക്കുന്നതാണ് സേഫ് എന്ന് പറയാൻ കാര്യം എന്തായിരുന്നു, അത് ചോദിച്ചോ? യാത്ര ആകെ മുഗൾ റോഡ് മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നാ പറയുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റി. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ അത് സേഫ് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ലോക്കൽ സ്റ്റുഡൻസ് എല്ലാവരും വീട്ടിൽ പോയിട്ടല്ലത്, നമ്മൾ കുറച്ച് നോൺ ലോക്കൽ സ്റ്റുഡൻസ് മാത്രമേ ഇവിടെ എത്തുള്ളൂ. എത്ര മലയാളി കുട്ടികൾ ഇപ്പോൾ അവിടെ ഉണ്ട്? ഞങ്ങളൊരു 22 പേരും മലയാളീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ ഫാത്തിമ? ഭയമുണ്ടാക്കുന്ന സാഹചര്യം ഇപ്പൊ വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മളൊരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എത്ര പെട്ടെന്ന് നാട്ടിലെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് എത്തണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഓക്കെ ഫാത്തിമ, ധൈര്യമായിട്ടിരിക്കൂ. എന്തായാലും ബൽറാം നെടുങ്ങാടി അവിടെ തന്നെ ഉണ്ട്, അദ്ദേഹവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. മാത്രമല്ല ഫാത്തിമ, അവിടെ നിങ്ങളുടെ ഹോസ്റ്റൽ മേധാവികൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും സേഫ് അവിടെ തന്നെ താമസിക്കുന്നതാകും. എന്തായാലും ആധികാരികമായ ഉപദേശങ്ങൾ കിട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ എന്തെങ്കിലും ഉപദേശമോ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി നിങ്ങളുടെ സഹായത്തിനായി എപ്പോഴും ഉണ്ടാകും. മലപ്പുറത്തു നിന്നുള്ള ഫാത്തിമയാണ് നമുക്കൊപ്പം ബാരാമുള്ളയിൽ നിന്ന് ചേർന്നത്. ധൈര്യമായിട്ടിരിക്കുക, 24ലേക്ക് വിളിക്കുകയും ചെയ്യാം.